ഇത് എങ്ങനെ പറയപ്പോ, എൻ്റെ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് അത് ബ്രേക്കപ്പ് ആയൊരു ഞാൻ അവന് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കാരണം അവൻ സെക്കൻഡ് മാരേജ് പേഴ്സൺ ആണ്. അപ്പം കുറച്ച് ആൽക്കോളിക് ആണ്. ആൽക്കോളിക് ആയിരിക്കുമ്പോൾ പുള്ളി സീനാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് 12 മണി 1 മണി സമയമൊക്കെ. ആ സമയത്തൊക്കെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഞാൻ ആൽക്കോളിക് ആയതുകൊണ്ട് ആളെ അധികം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വിടുമ്പോൾ ഞാൻ നൈറ്റ് അവിടെ ഇവിടെ ഒക്കെ പോയി നിൽക്കും. എനിക്ക് കേൾക്കുന്നത് വേറെ പേരും. പീപ്പിൾ ഷുഡ് നോ ദാറ്റ്. 2021 ഞാനും ഇഗ്നീഷ് എന്ന് പറഞ്ഞിട്ടൊരു ബോയ് ആയിട്ട് പരിചയപ്പെടുന്നത്. സോ അവൻ ആ സമയത്ത് മാരീഡ് ആണ്, ബട്ട് ദേ സെപ്പറേറ്റഡ്. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോ ഞാൻ പറയാറുണ്ടെന്ന് ഷുക്കുട്ടൻ അതെ അവൻ തന്നെ അത്. ഓക്കെ, ലവേഴ്സ് ആ ഒരു രീതിയിലായിരുന്നു പോയിരുന്നത്? ലിവിങ് ടുഗദർ ആയിരുന്നു. അതെ. ഇവൻ പോയി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഏഞ്ചലിന് ഈ ഒരു വീഡിയോ ഇട്ടു, ഇപ്പൊ അവര് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിട്ടത് കൊണ്ട് എന്താണ് അതുകൊണ്ട് കിട്ടിയ? ഇപ്പം ക്ലിയർ ചെയ്യണമെന്ന് മാത്രമായിരുന്നു. ക്ലിയർ ആയോ? ഞാൻ അവന്റെ മമ്മിയായിട്ട് കുറച്ച് ക്ലാഷസ് ഒക്കെ ഉണ്ട്. വീട്ടിൽ പോയ സമയത്തൊക്കെ കുറച്ച് അബ്യൂസീവ് ആയിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. അവള് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നാണക്കേടാണ്, ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണ്, ഞങ്ങൾക്ക് തൊലിയുരിന് പോവാ, അങ്ങനെ സംതിങ് ലൈക്ക് അങ്ങനെ പറയാം. അതെന്തുകൊണ്ടാ റീസൺ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഇവനോട് ചോദിച്ചു, എന്താണ് ഞാൻ വല്ല തുണി വെച്ചിട്ടാണോ പോണേ, ലൈക്ക് അങ്ങനെ സംസാരിച്ചു. ആള് പിന്നെയും കുറച്ച് അബ്യൂസീവ് സംസാരിച്ചു തുടങ്ങി. അത് കേട്ടപ്പോ ഞാൻ അവിടെ നിന്നൊരു ഫ്ലവർ വൈസ് എടുത്ത് വീക്കി പൊട്ടിച്ചു. ആള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഒരാൾ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ നശിപ്പിക്കുക സാധനങ്ങൾ എന്ന് പറഞ്ഞു. പോലീസുകാർ വന്നു. ഷീ തോട്ട് ദാറ്റ് അവരെന്നെ ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ആള് വിളിച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ഇവരെ ചേട്ടനായിട്ട് ഇഷ്ടത്തിലാണ്, ഞങ്ങൾ തമ്മിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിൽ ഞാൻ അവിടെ വന്നതാണ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായപ്പോഴാണ് ഞാൻ ആ ഫ്ലവറേസ് പൊട്ടിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 months ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ മമ്മി സൂസൈഡ് ചെയ്തു. വേറെ എന്ത് കുറ്റം പറഞ്ഞാലും, ഒരു പെണ്ണിനെ പറയാൻ പറ്റുന്ന കുറ്റങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാഡ് കൈൻഡ് ഓഫ് ടോക്കുകളൊക്കെ എന്നെ പറ്റി വന്നാലും, ഒരാള് ഞാൻ കാരണം സൂസൈഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കേട്ടാലും അത് കേൾക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്തിടുമ്പോൾ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നൊന്ന് പറയാമോ? എത്ര നാളുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻ? 3 years. അപ്പോൾ ഈ 3 yearsന് ഇടയിൽ എപ്പോഴെങ്കിലും എന്താ മാരേജിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത്? ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഡിവോഴ്സ് കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മാരേജിലേക്ക് കയറാൻ 3 years ഗ്യാപ്പ് വന്നില്ലേ? അതുകൊണ്ട് ഞങ്ങളൊരു റിംഗ് എക്സ്ചേഞ്ച് പ്ലാൻ ചെയ്തു. റിംഗ് എക്സ്ചേഞ്ചിന് ഒരു തലേ ദിവസം ഞങ്ങൾ ആക്ച്വലി പള്ളിയിൽ പോയി ജസ്റ്റ് റിങ് മാറി. അത് ഞങ്ങൾ പിറ്റേ ദിവസം വിരുന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അവൻ്റെ ഫാമിലി കുറച്ച് പേര്, എൻ്റെ ഫാമിലി കുറച്ച് പേരൊക്കെ ആയിട്ട്. അറിയുന്നത് അവൻ ആരും അവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കസിൻസിനെ കുറേ പേര് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവൻ ആരും ഇൻവൈറ്റ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ റിലേഷൻഷിപ്പിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണല്ലേ. ഏഞ്ചലിൻ മരിയ ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈയിടെ കരഞ്ഞുകൊണ്ട് പ്രേക്ഷകർക്ക് മുൻപിൽ, അതല്ല സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന് പിന്നിലെ കാര്യം എന്ന് പലരും പലതും പറയുന്നുണ്ട്. വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എങ്കിലും ഏഞ്ചലിൻ്റെ വായന തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം? അതായത് എൻ്റെ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് അതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അത് ബ്രേക്കപ്പ് ഞാൻ ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഭയങ്കര ഇമോഷണലി വീക്കായി പോയി. ടു ബി ഫ്രാങ്ക്, അത് ഭയങ്കര ട്രാജഡിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സ്റ്റോറി, ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. സോ ഞാൻ അതിൽ കുറേ സഫോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻ സേവ് ചെയ്ത് കൊണ്ടുപോകാൻ. പെട്ടെന്നൊരു സമയത്ത് അത് ബ്രേക്കായി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഇമോഷണലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബേസിക്കലി എനിക്ക് OCD BPD ഉണ്ട്. ഓക്കെ, അപ്പോൾ
ഇത് രണ്ടും ഉള്ള സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സർക്കംസ്റ്റൻസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം ടേക്കിംഗ് മെഡിക്കേഷൻസ്. പക്ഷെ എന്ത് തന്നെ ഇരുന്നാലും നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഷുഗർ പേഷ്യന്റ് ഷുഗറിന് മെഡിസിൻ എടുത്തിട്ട് എല്ലാ ദിവസവും ആൽക്കഹോൾ കൺസപ്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ലല്ലോ. അത് സർക്കംസ്റ്റൻസസ് നമ്മൾ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഞാൻ മെഡിക്കേഷൻസ് എടുക്കണ്ടെങ്കിലും എൻ്റെ സർക്കംസ്റ്റൻസസ് എന്നെ പിന്നെയും ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ കൊണ്ടെത്തിക്കായിരുന്നു. ക്ലിനിക്കൽ ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജിലോട്ട് എത്തി. പോലെ നല്ല എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഐ മീൻ. സംഭവം എന്ന് വെച്ചാൽ ഒരു 2021 ഞാനും ഇഗ്നീഷ് എന്ന് പറഞ്ഞിട്ടൊരു ബോയ് ആയിട്ട് പരിചയപ്പെടുന്നത്. സോ അവൻ ആ സമയത്ത് മാരീഡ് ആണ്, ബട്ട് ദേ സെപ്പറേറ്റഡ്. ഡിവോഴ്സ് കേസിന്റെ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി പുള്ളിയായിട്ട് ഭയങ്കര കണക്ഷനൊക്കെ ആയി. കുറേ ഫ്രണ്ട്സ് ഹി വാസ് വൺ അമംഗ് മെനി ഓഫ് മൈ ഫ്രണ്ട്സ്. അതിന് 2022 എനിക്ക് പുള്ളിയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അത് സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ എക്സിന് കൊടുത്തായിരുന്ന ആ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ. ആളുടെ എക്സ് എന്താ അവർക്കിടയിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ആയത്. എനിക്കറിയാം എന്താണ് ഇഷ്യൂസ് എന്നുള്ളത്, പക്ഷെ ഞാനത് പറയാനുള്ള ആളല്ല, കാരണം എൻ്റെ പേഴ്സണൽ കാര്യമല്ലല്ലോ. അപ്പോൾ ഇവര് സെപ്പറേറ്റ് ആയി കഴിഞ്ഞ് ഇവന് ഭയങ്കര ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു. ഇവൻ എന്താ പറയാ, ടോട്ടലി മെന്റലിയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പൊ അത് അവൻ ആ എക്സിന് കൊടുത്തായിരുന്ന ആ ഒരു എന്താ പറയാ സിൻസിയർ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത്. നമ്മളത് ആസ് നോർമൽ സിമ്പിളായിട്ടൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്കത് ഒരിക്കലും അത്രയും എഫക്റ്റ് ചെയ്യില്ലല്ലോ നമ്മള്. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ എന്നെ ഒരാൾ സ്നേഹിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ഏതോ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. ദാറ്റ് വാസ് എ ബിഗിനിങ് ഓഫ് മൈ ലവ് ടുവേർഡ്സ് ഹിം. അങ്ങനെ ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞു. 2022 ഏപ്രിൽ 3 ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഡേറ്റ് ഒക്കെ നല്ല ഓർമ്മയുണ്ട്. ചേട്ടൻ ഭയങ്കര ഇഷ്ടമായി, ചേട്ടൻ കല്യാണം കഴിക്കണം. പക്ഷെ ഓൾറെഡി ആള് സെപ്പറേറ്റഡ് ആയ കാരണം ആൾക്കത് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. അപ്പൊ ഇനി വേറെ റിലേഷൻഷിപ്പ് പറ്റില്ല എന്നുള്ള സ്റ്റേജിലേക്ക് ആൾ നിന്ന്. പക്ഷെ ആഫ്റ്റർ 12 days ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ 15 ആള് തിരിച്ചെന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ആളുടെ വീട്ടിലൊന്നും എന്നെ അങ്ങനെ അറിയൊന്നുമില്ല. എൻ്റെ വീട്ടിലും അവൻ അറിയൊന്നുമില്ലായിരുന്നു. കാര്യം നമ്മൾ കുറച്ച് നെയ്ബർഹുഡാണ്, എന്നാലും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കും അങ്ങനെ അത്ര അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ റിലേഷനായ ശേഷം അവൻ അവൻ്റെ വീട്ടിലൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പാരൻസിനും ഒക്കെ 2 അനിയത്തിമാരുള്ളത്. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞൊരു ഐ തിങ്ക് ഒക്ടോബർ മാസം, ആ വർഷം തന്നെ 2022 ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും അവൻ യൂറോപ്പിലേക്ക് പോയി. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം കുറച്ച് ഫിനാൻഷ്യലി ഒക്കെ ഉള്ളൊരു ഇതുകൊണ്ട് യൂറോപ്പിലേക്ക് ആള് പോയി. മീൻസ് ഇത് എങ്ങനെ പറയപ്പോ, പുള്ളി പോണ സമയം ആക്ച്വലി ഈ യൂറോപ്പിലേക്ക് പോകുന്ന ആ ഒരു ടൈം പീരീഡ് തൊട്ടാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. എന്ന് വെച്ചാ നിങ്ങള് ലവേഴ്സ് ആ ഒരു രീതിയിലായിരുന്നു പോയിരുന്നത്? ലിവിങ് ടുഗദർ ആയിരുന്നു? ലിവിങ് ടുഗദർ ആയിരുന്നു. ഇവൻ പോയി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാ, എത്ര നാളുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻ? 3 years. അപ്പൊ ഈ 3 yearsന് ഇടയിൽ എപ്പോഴെങ്കിലും എന്താ മാരേജിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത്? ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഡിവോഴ്സ് കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മാരേജിലേക്ക് കയറണ്ട കുറച്ച് ഗ്യാപ്പ് വന്നില്ലേ, അതുകൊണ്ട്? അതെ, പക്ഷെ അപ്പോഴേക്കും ഡിവോഴ്സ് കേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതും ഒരു ഒബ്സ്റ്റക്കിൾ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി വെൽ സെറ്റിൽഡ് ആയിട്ട് മാരേജിലേക്ക് എത്തിയാൽ മതി. കാരണം മാരേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാമിലിയിലോട്ടുള്ള മൈൻഡ് സെറ്റിലേക്കൊക്കെ പോവല്ലോ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടാവണം. അല്ലാതെ ചില ആൾക്കാർ ആ ഒരു തോറ്റത്തിന് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളൊക്കെ കഴിയുമ്പോൾ അവരെ നോക്കാൻ പറ്റാതെ മൊത്തത്തിൽ പിള്ളേരും കിടന്ന് സ്ട്രഗിൾ ചെയ്യും. നമ്മള് സ്റ്റേബിൾ ആണ്, ഒരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും
ഫിനാൻഷ്യലി ആയാലും സോൾഫുള്ളി ആയാലും നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അങ്ങനെയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഇവനായിട്ട് ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് പലതവണ ഞങ്ങൾ മാരേജിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സർക്കംസ്റ്റൻസസ് അതിന് ഓക്കെ ആയിരുന്നില്ല. ഇവൻ യൂറോപ്പിൽ പോയി കഴിഞ്ഞൊരു എന്താ പറയുക, ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന് തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇവന്റെ ഡിവോഴ്സ് കേസിന്റെ റീസൺ ഒക്കെ പറഞ്ഞ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. എനിക്കാണെങ്കിൽ ഓൾറെഡി BPD ഉള്ള ഒരാളാണ്. ഞാൻ ആ പ്രഷറിൽ എന്നെ കുറെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ആ കൊച്ചപ്പാടായി, ഭയങ്കര ഷൗട്ട് ചെയ്തു, കരച്ചിലായി. പിന്നെ എനിക്ക് ലേറ്റർ എനിക്ക് സീജർ പോലെ, ഒരു സ്യൂഡോ സീജർ പോലെയൊക്കെ എനിക്ക് വന്നു. എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ആ പേരും പറഞ്ഞ് ഞാൻ അവനും കൂടി അടിപിടിയായി, ബ്രേക്കപ്പായി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് അത് ഓക്കെ ആയി, സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൻ നാട്ടിൽ ലീവിന് വന്നു 2023 ഡിസംബർ. ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷമുള്ള ഡിസംബറിൽ. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോ ഞാൻ പറയാറുണ്ടായിരുന്നു ഷുപ്പുട്ടൻ അതെ അവൻ തന്നെ അത്. ഓക്കെ, കുറെ പ്രശ്നം എനിക്ക് റിപ്പീറ്റഡ്ലി കുറെ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുപ്പുട്ടൻ. കാരണം ഞാൻ എൻ്റെ ലൈഫില് എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെ പോലും അവനെ സ്നേഹിച്ച അത്രത്തോളം ഞാൻ സ്നേഹിച്ചിട്ടില്ല തോന്നുന്നു. എനിക്ക് എന്നെ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അവന് കൊടുത്ത ആ ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ ആ ഒരു കെയർ, ആ ഒരു സ്നേഹം, അവൻ അഡോർ ചെയ്യണതൊക്കെ ഞാൻ ഇവൻ എന്നെ പോലും ഞാൻ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്കൊരാളോട് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു തെറ്റല്ലല്ലോ. അതെ, പക്ഷെ തിരിച്ചു കിട്ടണമെന്ന് പറയണതും അത് തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വാശി പിടിക്കാൻ പറ്റില്ല. അതെ, അവൻ എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിച്ചെന്നാണ് ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് വരാനുള്ള സർക്കംസ്റ്റൻസസ് തന്നെ ആയിരിക്കും. കാരണം ഇവൻ നാട്ടിൽ വന്നു 2023 ഡിസംബറിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഇളയ സിസ്റ്ററിന്റെ മാരേജ് ആയിരുന്നു. മാരേജ് എന്ന് പറഞ്ഞല്ല, ജസ്റ്റ് ടെമ്പിളിൽ പോയി ഒരു താലി കിട്ടി വന്നു. ബിക്കോസ് അത് ഇന്റർകാസ്റ്റ് ആയിരുന്നു. അപ്പൊ പുറത്ത് ഒഫീഷ്യലി മാരേജ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ അവന്റെ ഇളയ സിസ്റ്റർ ഞാനായിട്ട് കുറച്ച് ക്ലാഷസ് ഒക്കെ ഉണ്ടായി. അന്ന് വീട്ടിൽ പോയ സമയത്തൊക്കെ കുറച്ച് അബ്യൂസീവ് ആയിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. രണ്ട് ഫാമിലിയും അറിഞ്ഞു. എന്റെ വീട്ടിലും അറിയായിരുന്നു. അതെ, അവന്റെ വീട്ടിലും അറിയായിരുന്നു. കുറച്ച് ക്ലാഷസ് ഒക്കെ അതിന്റെ പേരിൽ പുള്ളിക്കാരിയുടെ മാരേജിന്റെ തലേ ദിവസം ഇവൻ എന്നെ ക്ഷണിച്ചു. ഇവനിഷ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, എടാ അവളുടെ കല്യാണമാണ്, അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അവനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, സിസ്റ്ററിന്റെ മാരേജ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ അവൾക്ക് എന്നോട് ഗ്രഡ്ജ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ പുള്ളിക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു, അവൾക്ക് ഞാൻ വരണോന്നുള്ളത് നീ അവളോട് ചോദിക്കുക. വരണ്ടാ പറഞ്ഞ ഞാൻ വരില്ല, എന്തായാലും വരണ്ടാന്നേ പറയുള്ളൂ. എക്സ്പെക്റ്റഡ് ദാറ്റ്. കാരണം എന്നോട് ദേഷ്യമുണ്ട്. അപ്പൊ ഞാൻ കല്യാണത്തിന് വരണം എന്നുള്ളത് ആൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇവൻ ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി വരണ്ട പറഞ്ഞു. ഇവൻ വിളിച്ചു പറഞ്ഞിട്ട് നീ വരണ്ട എന്നവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയായിരുന്നു അവള് വരണ്ടെന്നേ പറയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഓവറായിട്ട് പുള്ളിക്കാരി സംസാരിച്ചു. ലൈക്ക് അവള് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നാണക്കേടാണ്, ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണ്, ഞങ്ങൾക്ക് തൊലിയുരിന് പോവാ, അങ്ങനെ സംതിങ് ലൈക്ക്. അതെന്തുകൊണ്ടാ റീസൺ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഇവനോട് ചോദിച്ചു, എന്താടാ ഞാൻ വല്ല തുണി വെച്ചിട്ടിട്ടാണോ പോണേ, ലൈക്ക് അങ്ങനെ സംസാരിച്ചു. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചെന്നുള്ളത്. അവൾക്ക് ഭയങ്കര നാണക്കേടാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴും എനിക്കത് മനസ്സിലായിട്ടില്ല. അതിനൊരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല, എന്താണ് ആളാ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പോൾ ഒന്നിലേ വരണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതിന് പിന്നെ അൺനെസസറി ആയിട്ടുള്ള ടോക്സിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. പിന്നെ അതിലെനിക്ക് ദേഷ്യം വരാനുള്ള കാരണം, കല്യാണത്തിന് ഇവര് പോകുന്ന വണ്ടി എൻ്റെ കാറാണ്. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത്. എൻ്റെ കാറ് ഞാൻ കൊടുത്തതാണ്, ഞാൻ കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഞാൻ വാങ്ങിയ വണ്ടി. അതും ആ വണ്ടി എൻ്റെ പേരിൽ തന്നെ RC ഓണറായിട്ടിരിക്കുന്നു. അപ്പൊ ഈ വണ്ടി ഞാൻ അവന് പേഴ്സണൽ യൂസിന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ കൊടുത്തതാണ്.
പക്ഷെ ആ വണ്ടിയിൽ കല്യാണ പെണ്ണിനും വീട്ടുകാർക്കൊക്കെ പോകണം. പക്ഷെ ഞാൻ കല്യാണത്തിന് വരാൻ പാടില്ലെന്ന് അവള് പറഞ്ഞു. അതെങ്ങനെ ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ശരിക്കും ഒരു ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു. ഇത് ശരിക്കും ഒരു വിവാഹശേഷം ഒരു ഫാമിലിയിൽ ഇപ്പോൾ നമ്മൾ പുതുതായി ചെന്ന് കയറുന്ന ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന വിഷയങ്ങളാണ്. ഇതിപ്പോൾ ലവ് മാരേജ് ചെയ്താലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ കൂടി എല്ലാ ഫാമിലീസിലും ഉണ്ടാവുന്ന, സത്യത്തിൽ നമ്മളൊന്ന് കണ്ണടച്ചാലോ ഒക്കെ മാറ്റാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതെന്തുകൊണ്ട് ഇത്രയും ഒരു വലിയൊരു ഇഷ്യൂ ആക്കി സോഷ്യൽ മീഡിയയിൽ പോലും ഇപ്പൊ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടു? അതിന്റെ റീസൺ ഞാൻ പറയാം. ഈ ഒരു പ്രശ്നത്തിന് ശേഷം വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വണ്ടി ഇതിനെ സ്റ്റോറി പറഞ്ഞാലാണ് അതിന്റെ മീനിങ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ചോദ്യത്തിന് ഉത്തരമല്ലാതെ ഞാൻ സംസാരിക്കുന്നത്. ആക്ച്വലി ഇതും ഒരു ആൻസർ ആണ്. നമുക്ക് സിനിമയുടെ പകുതിന്ന് കണ്ട ശേഷം നമുക്ക് സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ കാണണല്ലോ. എന്നാലൊരു സിനിമ നമുക്ക് എന്താണ് അതിൽ കുറവുള്ളത്, എന്താണ് അതിൽ നല്ലതുള്ളത് എന്നൊക്കെ ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ എല്ലാം കേൾക്കണം. ഇപ്പൊ രണ്ടുപേരും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതില് രണ്ടുപേരെ സൈഡും കേട്ടാലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുടെ സൈഡ് മാത്രം കേട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈവൻ ഞാൻ പറയും നാളെ അവൻ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവന്റെ സൈഡ് കേട്ടോട്ടെ, എന്നിട്ട് ജഡ്ജ് ചെയ്താൽ മതി. ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ. ഇതില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു കല്യാണത്തിന് എന്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ചേച്ചി സ്വന്തമായിട്ടൊരു കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചിയുടെ ഒരു വണ്ടി ഫ്രണ്ടിന് യൂസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ ആളുടെ ആരുടെ അടുത്ത കല്യാണമൊക്കെയാണ്, മാരേജിന് ചേച്ചി വരേണ്ട നാളക്കേടാന്ന് പറഞ്ഞു. പക്ഷെ കല്യാണത്തിന് ചേച്ചിയുടെ വണ്ടി പോകണം. കുഡ് യു ആക്സെപ്റ്റ് ഇറ്റ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി അനുസരിച്ചിരിക്കും. അതെ, ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും. ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ വരണ്ട, പക്ഷെ എന്റെ കാറിൽ പോണം താനും. ഐ തിങ്ക് ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 99 പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെരി റയർലി 1%. അതുപോലും എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. കാരണം ഞാൻ വരണ്ട, ഞാൻ അത്രയ്ക്ക് ക്ഷമിച്ചു കൊടുക്കാൻ യേശു ക്രിസ്തു ഒന്നുമല്ല. കാരണം ഏതെന്റെ വാശി എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് വാസ് മൈ സെൽഫ് റെസ്പെക്ട്. ഈഗോ ഒന്നും പറയാനും, ഈഗോ വാശിയൊന്നും പറയാൻ പറ്റില്ല. രണ്ടും സെയിം തന്നെ. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. എന്നാലും അത് സെൽഫ് റെസ്പെക്റ്റ് ആണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി കൊടുക്കാനായിട്ട് തോന്നിയില്ല. പക്ഷെ ലാസ്റ്റ് ഞാൻ വണ്ടി കൊടുത്തു. പക്ഷെ ഇതിന്റെ പേരും പറഞ്ഞ് ഞാൻ അവൻ്റെ മമ്മിയായിട്ട് കുറച്ച് അടിപിടി, അങ്ങനെയല്ല, കുറച്ച് ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി. ലേറ്റർ ഓൺ ഒരാവശ്യം അവൻ്റെ വീട്ടിൽ കുറച്ച് എന്താ പറയാ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്, ഞങ്ങളുടെ ഈ ഡിവോഴ്സ് കേസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ത്രോട്ട് പെയിൻ ഉണ്ട്. കേസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആർഗ്യുമെന്റ് ഉണ്ടായി. ഞാനും അവനായിട്ട് കുറച്ച് ആർഗ്യുമെന്റ് ഉണ്ടായപ്പോൾ ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നു. ആക്ച്വലി ഞാൻ സംസാരിക്കാൻ പോയതാട്ടോ. ഞാൻ മുന്നത്തെ പോലെ പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നും പോയതല്ല. ഞാൻ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാ. ഞാൻ അവിടെ പീസ്ഫുള്ളി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവന്റെ ഇളയ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വന്ന് ചോറ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ദേഷ്യം വന്നു. ലാസ്റ്റ് ആള് പിന്നെയും കുറച്ച് അബ്യൂസീവ് സംസാരിച്ചു തുടങ്ങി. അത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഫ്ലവർ വേസ് എടുത്ത് വീക്കി പൊട്ടിച്ചു. അത് എന്നിട്ട് പുള്ളിക്കാരി അത് ഭയങ്കര സംഭവമാക്കി. ആള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഒരാൾ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ നശിപ്പിക്കുക സാധനങ്ങൾ എന്ന് പറഞ്ഞു. പോലീസുകാർ വന്നു. ഷീ തോട്ട് ദാറ്റ് അവരെന്നെ ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ആള് അങ്ങനെയൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. മീൻസ് ആ വിളി കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇപ്പൊ കൊണ്ടുവന്ന് എന്നെ ഇപ്പൊ പോലീസ് വണ്ടി കയറ്റി പോവും. ദേ നെവർ ഡിഡ് ദാറ്റ്. കാരണം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവരെ ചേട്ടനായിട്ട് ഇഷ്ടത്തിലാണ്, ഞങ്ങൾ തമ്മിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിൽ ഞാൻ അവിടെ വന്നതാണ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായപ്പോഴാണ് ഞാൻ ആ ഫ്ലവറേസ് പൊട്ടിച്ചതെന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു ഓക്കെ മോളെ മനസ്സിലായി, മോളുടെ അവസ്ഥ മനസ്സിലായി, മോളിവിടെ നിന്ന് ഇറങ്ങ്, സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെറ്റീഷൻ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ അതൊന്നും ചെയ്തില്ല, ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ പോയി ഒരു സാധനം ഞാൻ പൊട്ടിച്ചിട്ടില്ല. എൻ്റെ സാധനം അല്ലാതെ, എൻ്റെ വീട്ടിൽ എൻ്റെ സാധനം അല്ലാതെ ഞാൻ ഒരാളുടെ സാധനം ഞാൻ പൊട്ടിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഫോൺ ഞാൻ വീക്കി പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് എൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ലാതെ ഒരു സാധനം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും പ്രൊവോക്ഡ് ആയിട്ടുണ്ടാവും. കാരണം ഈവൻ എന്താ പറയാ, ഒരാളോട് നമ്മൾ കുറേ കാര്യങ്ങൾ ഓപ്പണായി ഷെയർ ചെയ്യും. പക്ഷെ പെട്ടെന്ന് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ
നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ നെഗറ്റീവ് പാർട്ടൊക്കെ അവരെടുത്ത് ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോ നീ അന്ന് അങ്ങനെ ചെയ്തതല്ലേ, നീ ഇങ്ങനെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽ ഓരോന്നോരോന്ന് കുത്തി 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 കൊണ്ടുവരും. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ ഒരാളോടാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളോടാണോ നമ്മളിതൊക്കെ പറഞ്ഞേന്നൊക്കെ ആ ഒരു സ്റ്റേജ് ഉണ്ട്. അതിനേക്കാളും മോശം സ്റ്റേജിലായിരുന്നു ഞാൻ. കാരണം അവന്റെ ഫാമിലി ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. നാളെ ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഐ ബി സോ ഹാപ്പി എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തൊരു ഫാമിലിയിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അബ്യൂസ് രീതിയിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്താ പറയാ, അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വീട്ടിൽ പോന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തി. അത് കഴിഞ്ഞൊരു 1-2 months ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ മമ്മി സൂസൈഡ് ചെയ്തു. ഇറ്റ് വാസ് എ റീസൺ ലൈക്ക് ഐ എം റിയലി സോറി ടു സേ ദിസ്. അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടാണ്, ഐ നോ വാട്ട് ഷീ. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടായില്ല. എനിക്കെന്നല്ല ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അത് കുറച്ച് ഇതിലൊക്കെ ഞാൻ 2 മാസം മുന്നേ വീട്ടിൽ വന്ന് ഫ്ലവർ വേസ് പൊട്ടിച്ചതുകൊണ്ടാണ് കണക്ട് ചെയ്ത് വെച്ചു. അതൊരു റീസൺ ആവാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരിക്കലും കാരണം ഞാൻ അന്ന് ഫ്ലവേഴ്സ് പൊട്ടിച്ച് എന്നെ വീട്ടിലെത്തി. അന്ന് എൻ്റെ മമ്മി വീട്ടിലുണ്ടായിരുന്നില്ല. അതിന് നൈറ്റിന് അവൻ്റെ മമ്മീനെ വന്ന് കണ്ടു. ഞാൻ കുറേ നേരം ഒരു 1 hour മേലെ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു എൻ്റെ മമ്മിയോട്. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എൻ്റെ പെട്ടെന്നുള്ള മാനസികാവസ്ഥ പറ്റിപ്പോയത്, ഞാൻ അവൻ തമ്മിൽ അടിയുണ്ടായപ്പോൾ എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഇങ്ങോട്ട് വന്ന തന്നെ പിന്നെ അവൾ എൻ്റെ അടുത്ത് കുറേ ഇതൊക്കെ ആയിട്ട് മോശമായി സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് ഞാൻ അതെടുത്ത് പൊട്ടിച്ച്. അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് സോറി എന്നൊക്കെ പറഞ്ഞ് എല്ലാം സംസാരിച്ച് തീർത്ത് പോന്നതാണ്. ആൾക്ക് എന്നോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കുമല്ലോ. പക്ഷെ പിന്നെ പുള്ളിക്കാർ 2 മാസം കഴിഞ്ഞ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് സൂസൈഡ് എന്നുള്ളത് ആളുടെ വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. പക്ഷെ ആരൊക്കെയോ എൻ്റെ പേരൊക്കെ വെച്ച് കണക്ട് ചെയ്യായിരുന്നു. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ നാളെ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും, ഇപ്പോൾ എന്താണ് വേറെ എന്ത് കുറ്റം പറഞ്ഞാലും, ഒരു പെണ്ണിനെ പറയാൻ പറ്റുന്ന കുറ്റങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാഡ് കൈൻഡ് ഓഫ് ടോക്കുകളൊക്കെ എന്നെ പറ്റി വന്നാലും, ഒരാള് ഞാൻ കാരണം സൂസൈഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കേട്ടാലും അത് കേൾക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. വേറെ ആൾക്ക് ചിലപ്പോൾ അത് കേട്ടിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. എന്നിട്ട് അപ്പം ഇവൻ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇടി അങ്ങനെയൊന്നും ഇല്ല, അമ്മ ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്, അമ്മ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്ത്, അല്ലാതെ നീയായിട്ടൊരു ബന്ധമൊന്നുമില്ല, നീ അവരൊരു പറയുന്ന കേൾക്കാൻ നിൽക്കണ്ട. സ്വന്തം മോൻ അവന് ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മ തന്നെയായിരുന്നു ഈ ലോകത്ത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അവനെ തന്നെയായിരുന്നു. ഐ മീൻസ് 3 മക്കളുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഇവനായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പൊ അവൻ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും അത് സത്യം തന്നെയാണെന്നുള്ളത് തന്നെയാണ്, ദാറ്റ്സ് എ ഫാക്ട്. അപ്പൊ എനിക്ക് പിന്നെ ഞങ്ങൾ തമ്മിൽ ഓക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ എൻ്റെ OCD റിലേറ്റഡ് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ പിന്നെ അടിയായി, ബ്രേക്കപ്പായി. പിന്നെ ലാസ്റ്റ് ഇഷ്യൂ ഉണ്ടായത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പാച്ചപ്പായി. ഇത് 3-4 തവണ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായി കുറേ നാൾ മിണ്ടാതിരിക്കും, ഫോൺ കോളിലൊന്നുമില്ല, ബ്ലോക്ക് ചെയ്തിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തുടങ്ങും. ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ പാച്ചപ്പായി കഴിഞ്ഞപ്പോൾ ഇവൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു റിംഗ് എക്സ്ചേഞ്ച് പ്ലാൻ ചെയ്തു. റിംഗ് എക്സ്ചേഞ്ചിന് ഒരു തലേ ദിവസം ഞങ്ങൾ ആക്ച്വലി പള്ളിയിൽ പോയി ജസ്റ്റ് റിങ് മാറി. പള്ളിയിൽ ആരും ഇല്ലാണ്ട് പോയിട്ട് ഞങ്ങൾ റിങ് എക്സ്ചേഞ്ച് ചെയ്തു. അതിൽ ജസ്റ്റ് എന്താ പറയുക, സിൽവറിന്റെ റിംഗ് ആണ്, ബേർത്ത് സ്റ്റോൺ വെച്ചിട്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തു. അത് ഞങ്ങൾ പിറ്റേ ദിവസം വിരുന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അവൻ്റെ ഫാമിലി കുറച്ച് പേര്, എൻ്റെ ഫാമിലി കുറച്ച് പേരൊക്കെ ആയിട്ട്. അതിൻ്റെ തലേ ദിവസം അറിയുന്നത് അവൻ ആരും അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കസിൻസിനെ കുറേ പേര് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവൻ ആരും ഇൻവൈറ്റ് ചെയ്തില്ല.
അപ്പം എനിക്ക് എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. എൻ്റെ വീട്ടുകാരെ കൂട്ടി സംസാരിക്കാൻ പോയി അവൻ്റെ വീട്ടിലേക്ക്. അപ്പം അവൻ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു. അപ്പം അവിടെ വെച്ച് എങ്ങനെ പറയാൻ എനിക്ക് എങ്ങനെ പറയാന്നറിയില്ല. എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഹേറ്റ്രഡൊക്കെ ആയി അവനോട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ഹേറ്റ്രഡായി. കാരണം വിരുന്ന് വെച്ചതിൻ്റെ തലേ ദിവസമൊക്കെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര, അവനല്ലാത്ത പോലെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അവന്. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മാറിക്കോളെന്ന് വിചാരിച്ചു. പിന്നെ അവൻ എന്നെ വിളിച്ചില്ല, ഒന്നുമില്ല, ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അത് അറ്റ്ലീസ്റ്റ് ഇപ്പം ഒരാളെ നമ്മള് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇല്ലാത്ത ബ്ലെയിം നാട്ടിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. അതാണ് ഞാൻ വീഡിയോയിൽ ആക്ച്വലി ഷെയർ ചെയ്തത്. അവന്റെ സിസ്റ്ററാണ് ഇതിന് മെയിൻ കാരണം. ഷീ ഈസ് എ മെയിൻ റൂട്ട് ഓഫ് ദിസ് ഓൾ പ്രോബ്ലംസ്. എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സിസ്റ്ററിൽ നിന്നാണ് തുടങ്ങണത്. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായതും, ഇപ്പൊ അവന്റെ വീട്ടിൽ പോയി അവന്റെ സിസ്റ്റർ കല്യാണത്തിന്റെ പേരും പറഞ്ഞ പ്രശ്നം ഉണ്ടായത്, വണ്ടിയുടെ പ്രശ്നം ഉണ്ടായത്, മൊത്തം പ്രശ്നം ഉണ്ടായത് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് അവന്റെ സിസ്റ്ററാണ്. ചില സമയത്ത് ചിന്തിക്കും ഓക്കെ ഷീസ് എ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത്. കാരണം പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര എന്തോ എനിക്കറിയില്ല, ചെറുപ്പം തൊട്ട് എന്നെ ഭയങ്കര ഗ്രഡ്ജായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും തോന്നരുത്. നമ്മളിപ്പോ നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ, ഇത് ഇപ്പോ ഏഞ്ചലിന്റെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്തിടുമ്പോൾ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നൊന്ന് പറയാവോ? കാരണം ഒത്തിരി പേര് ഒത്തിരി കമന്റ്സ് ഇടും. അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അത്യാവശ്യം ആളുകൾ അറിയില്ലേ? അത് ഡിവോഴ്സ് കേസ് നടക്കുന്ന കാരണം അത് പെട്ടെന്ന് പുറത്തേക്ക് റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. 3 years എന്നുള്ളൊരു കാലാവധി അവിടെ ഉണ്ട്. അത്രയും ഒരു ടൈം എടുത്തിട്ടും അപ്പൊ ഇപ്പോഴും ഡിവോഴ്സ് കിട്ടിയിട്ടില്ല? ഇപ്പൊ കിട്ടി, കുറച്ച് നാളായി കിട്ടിയിട്ട്. ഞങ്ങള് ബ്രേക്കപ്പ് ആവുന്നതിന്റെ കുറച്ച് നാൾ മുന്നേ കിട്ടി. പിന്നെ അവൻ തന്നെ പറഞ്ഞത് കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പൊ അത് പ്രൈവറ്റ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവന്റെ കമ്പൽഷനോട് മാത്രം പറയാതിരുന്നത്. ഈവൺ ബിഗ് ബോസിലായാലും ഞാൻ അവന്റെ പേരോ അവന്റെ വോയിസോ ഒന്നും ഞാനവിടെ റിവീൽ ചെയ്തിട്ടില്ല. ഷുക്കുട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ഒരു പേര് മാത്രം. അത് ഞാനാണ് വിളിക്കുന്ന പേരല്ല, അത് മറ്റവർക്ക് അറിയുന്ന പേരല്ല, അത് ഞാനായിട്ട് ചിത്രീകരിച്ചെടുത്തൊരു പേരാ. അപ്പൊ അതുപോലെ പറയേണ്ടത് അവന്റെ കമ്പൽഷൻ കൊണ്ടല്ലാണ്ട് എൻ്റെ ഇഷ്ടപ്രകാരമല്ല. ഞാൻ എൻ്റെ പാർട്ട്ണറുടെ ഇഷ്ടം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് അന്ന് റിലേഷൻ ആയിരിക്കുമ്പോ അത് പുറത്ത് പറയാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പോ നാളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കായിരുന്നു. ഞാൻ അവനോട് പറയാറുണ്ടായിരുന്നു, പെട്ടെന്ന് ഡിവോഴ്സ് ആയ അപ്പൊ തന്നെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കുറ്റപ്പെടുത്തലും കേൾക്കും. ഇത് മാത്രമല്ല, ഇപ്പം എത്ര ഏജ് എത്രയായിരുന്നു? എനിക്ക് 22. ഇപ്പൊ 22. ഏകദേശം ഒരു 19 years ആ ഒരു ടൈമിലല്ലേ? 19-20 ആ ഒരു സമയത്തായിരുന്നു. ഈ ഒരു നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടോ? 10 years ഡിഫറൻസ്. ഇനി അതായിരിക്കോ കാരണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ മെച്ചോർഡ് ആയിട്ടൊരു മൈൻഡ് സെറ്റ് അല്ല എന്ന് വെച്ചാൽ. അല്ല, ഇപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയില്ല മെച്ചോർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട്. അതെ, മെച്ചോർഡ് ആയിട്ടൊരു മൈൻഡ് സെറ്റ് അല്ല. എനിക്ക് തോന്നിയില്ല, നമുക്ക് സംസാരത്തിൽ ഒട്ടും തോന്നുന്നില്ല. ഒട്ടും തോന്നില്ല. ഇപ്പം ഈ ഒരു സ്ഥാനത്ത് ഇത്തരം ഒരു കാര്യങ്ങള് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. അത് ഇങ്ങനെ ആയിരിക്കില്ല, ഒരിക്കലും ആവില്ല. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഏഞ്ചലിന് ഈ ഒരു വീഡിയോ ഇട്ടു, ഇപ്പൊ അവര് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിട്ടത് കൊണ്ട് എന്താണ് അതുകൊണ്ട് കിട്ടിയ? ഇപ്പം എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യണം എന്ന് മാത്രമായിരുന്നു. ക്ലിയർ ആയോ? എനിക്ക് എന്റെ ഭാഗം ഒരുവിധം ക്ലിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതെന്റെ പേഴ്സണൽ ഇഷ്ടമാണ്, അത് ചോദിക്കാനുള്ള റൈറ്റ്സ് ആങ്കർക്കായാലും അത് ഇല്ല. ഓക്കെ, എനിക്ക് ഇല്ല. പക്ഷെ ഇത് കാണുന്ന സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഓക്കെ. അപ്പൊ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആളുടെ പെങ്ങന്മാരും നെയ്ബേഴ്സും കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവയ്ക്ക് പുറമെ വേറെയും ഒത്തിരി പേര് ഇത് കണ്ടു. ശരിക്കും അവർക്ക് മുന്നില് നമ്മളൊരു പരിഹാസ കഥാപാത്രമാവുന്ന പോലെ തോന്നിയായിരുന്നോ? എന്തായാലും ഞാൻ ഇത്രയും കേട്ടതിന് അത്രയും എനിക്ക് കേൾക്കില്ല. അത് ഡാം ഷുവർ. കമന്റ്സ് നോക്കിയായിരുന്നു? കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു.
കുറെയൊക്കെ നെഗറ്റീവ് കമന്റ്സ് ആണ്. പക്ഷെ എനിക്ക് ഇങ്ങനൊരു കുറ്റപ്പെടുത്തൽ ബ്ലെയിം കിട്ടിയതിനേക്കാളും വലുതല്ല എനിക്ക് തോന്നുന്നു. എനിക്ക് ആ കുറ്റപ്പെടുത്തൽ കവർ ചെയ്യണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനിയും നെഗറ്റീവ് ആയിട്ട് നിൽക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാനൊരു കോമാളിയായിട്ട് നിൽക്കേണ്ടി വരും, എന്നാലും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് അവരുടെ ഇടയിലുള്ള ആ ഒരു ഭാഗം എനിക്ക് ക്ലിയർ ഔട്ട് ചെയ്യണം. ഞാൻ അത്രയും സിൻസിയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ലൈവ് കണ്ടു. അതെ, ഏഞ്ചലിന്റെ വീട്ടില് അതെ അച്ഛൻ മോശമായിട്ടുള്ള വാക്കുകളായിരുന്നു ഉപയോഗിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതും ഇങ്ങനെ പരസ്യമാക്കിയതുകൊണ്ട് എന്താ അത് റീസൺ പറയാം. ഇപ്പൊ ഞാൻ അവന് ഇഷ്ടത്തിലായിരുന്നു അറിഞ്ഞപ്പോ എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കാരണം അവൻ സെക്കൻഡ് മാരേജ് പേഴ്സൺ ആണ്. എന്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പുകളായിരുന്നു. പക്ഷെ ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് എന്താ പറയാ, കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് അവൻ പോയി എന്നുള്ള സ്റ്റേജ് എത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി. എന്നോട് അന്നേ പറഞ്ഞില്ല വേണ്ടത്ത് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ കുറെ കുറ്റപ്പെടുത്തൽ കേട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് എനിക്ക് തോന്നുന്നു 6ാമത്തെ 7ാമത്തെ തവണയാണ് അന്ന് ഇറക്കി വിടുന്നത്. അന്ന് ഇറക്കി വിട്ടത് 7ാമത്തെ 8ാമത്തെ തവണ എന്തോ ആണ്, എനിക്ക് എണ്ണാൻ പോലും അറിയില്ല. അത്രയും തവണ ഈ റിലേഷൻഷിപ്പിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. വീട്ടിലേക്ക് വിളിക്കും, പിറ്റേ ദിവസം ഇറക്കി വിടും, അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അപ്പം കുറച്ച് ആൽക്കഹോളിക്കാണ്. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാ. അപ്പൊ അന്ന് ആൽക്കഹോളിക്കായിരുന്നു. ആൽക്കഹോളിക്കായിരിക്കുമ്പോൾ പുള്ളി ആൾക്കൊരു എന്താ പറയാ സീനാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് 12 മണി 1 മണി സമയമൊക്കെയാ. ആ സമയത്തൊക്കെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും പുള്ളി എന്തെങ്കിലുമൊക്കെ സീൻ പൊട്ടാൻ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ മാക്സിമം മിണ്ടാതിരുന്നാലും പുള്ളി വന്ന് ഒച്ചപ്പാടെടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും വീക്കി പൊട്ടിക്കും, ഡോർ ചിലപ്പോൾ ചവിട്ടി പൊളിക്കും. അങ്ങനത്തെ ഒക്കെ കുറച്ച് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. പിന്നെ ആൽക്കഹോളിക് ആയതുകൊണ്ട് ആളെ അധികം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ലൈവ് വന്നത് അത് പറയാം. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി സമയത്ത് ഞാൻ എവിടെ പോകും, ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി. ഈവൻ ഞാൻ പല ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഓരോ ദിവസമൊക്കെ പോയി നിന്നിട്ടുണ്ട്. എത്ര നാൾ നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കും. അപ്പൊ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വിടുമ്പോൾ ഞാൻ നൈറ്റ് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കും. എനിക്ക് കേൾക്കുന്നത് വേറെ പേരും. അപ്പൊ ആൾക്കാർ മീൻസ് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ കാണും, ഈ കൊച്ചെന്ത് രാത്രിക്ക് ഇറങ്ങി പോകണം, മിക്ക ദിവസം വീട്ടിൽ നിന്ന് അങ്ങനെ 1 മണിക്ക് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കയറി വരണേ. അത് ആള് വിളിച്ചു കൊണ്ടുവരാൻ തന്നെ, വിളിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോണത്. ഇത് എന്ത് കൊച്ചു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അതിലും ഞാൻ പ്രൂവ് ചെയ്യാൻ തന്നെ നോക്കുന്നതാണ്. ഇത്രയും വീട്ടിൽ സഫോക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഇറങ്ങി പോകുന്നത്, തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാണെന്നുള്ളത് എനിക്ക് പീപ്പിൾ ഷുഡ് നോ ദാറ്റ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയപ്പോ ഞാൻ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യമല്ല ഞാൻ പുറത്ത് പറയുമ്പോൾ ഔട്ട് വരാം. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓപ്പണായി പറയും. പക്ഷെ കേൾക്കുന്ന ആള് ഇത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കും. പിന്നീട് ആള് കോണ്ടാക്ട് ചെയ്തായിരുന്നു? ഇല്ല. നമ്മുടെ നായകൻ? ഇല്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇല്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഈ വീഡിയോ കിട്ടിയ ശേഷം ഫുൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയേക്കാം. അപ്പൊ ഇനിയും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ റിലേഷൻഷിപ്പിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണല്ലേ? ആര്? ഞാനോ അപ്പനോ? ആളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഏഞ്ചലിന് ഇപ്പോഴും അതിൽ തന്നെ കുടുങ്ങി കിടക്കല്ലേ? അങ്ങനെ ഒരാളെ മറക്കാൻ പറ്റുമോ? ഈവൻ നമ്മള് അറ്റ്ലീസ്റ്റ് ചിലപ്പോ ഒരു 2-3 months വരെ ഇഷ്ടപ്പെട്ട ഒരാളെ പോലും മറക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവര് മൈൻഡ് സ്ട്രോങ് അല്ലാണ്ടല്ല, അവര് കൊടുത്ത ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് അല്ല. ഞങ്ങള് 3 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നുള്ളൂ. ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈം പീരീഡ് അല്ല ഞാൻ കൊടുത്ത ആ ഒരു ഇഷ്ടം. പക്ഷെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു അവൻ എന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ സർക്കംസ്റ്റൻസസ് കൊണ്ട് ഒന്നിക്കാൻ പറ്റാതെ പോയതാണെന്നുള്ളത് എനിക്ക് എപ്പോഴും ബിലീവ് ചെയ്യാൻ പറ്റണില്ല. അവൻ പോയി എന്നുള്ളതൊക്കെ എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഞാനിപ്പോഴും അതിൽ സ്റ്റക്കാണ്.